ഹലോ, എല്ലാവർക്കും നല്ലൊരു ഈദ് മുബാറക്ക് ആശംസിച്ചു കൊള്ളുന്നു കേട്ടോ. സന്തോഷവും സൗഭാഗ്യവും എല്ലാം നിറഞ്ഞൊരു ഈദ് ആശംസിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ വരെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ബിരിയാണിയും നെയ്ച്ചോറൊക്കെ റെഡിയായി കാണും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആ ഒരു വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഫുഡ് അടിയിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇവ കിടന്നു ഇരുന്നൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഗ്ലാസ്സിലൂടെ ചെറുതായിട്ട് ഞാൻ കണ്ടു എഡിറ്റ് ചെയ്യണ സമയത്ത്. അവളിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന പാവം കുട്ടി. അപ്പോൾ ഞങ്ങളപ്പം സംഭവം ചെന്ന് നോക്കിയായിരുന്നു നമ്മളുടെ ഐറ്റം വന്നു എന്ന്. കാരണം ഇവിടെ ഓർഡർ ആയി കഴിയുമ്പം സാധാരണ റെഡി ആയി കഴിയുമ്പം ടോക്കൺ വിളിക്കുന്നതാണ്. ഇപ്പം എന്തോ ഉണ്ടായിരുന്നില്ല, മേ ബി വർക്കിംഗ് അല്ലായിരുന്നു കാണും. അപ്പം ഞങ്ങളിങ്ങനെ ചെല്ലുവാട്ടോ. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ തിന്നുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അത് ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ചെറിയ വർക്കൗട്ടും പരിപാടികളൊക്കെ ഒരു വീഡിയോ ഒക്കെ തുടങ്ങാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്നിരുന്നിരുന്നുണ്ടല്ലോ ഒരുമാതിരിയായിപ്പോവും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താ പറയണത്, ആ സ്റ്റാർട്ടിങ് ട്രബിൾ നന്നായിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് പതിയെ പതിയെ ആ ഒരു ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പതിയെ ചെയ്യത്തുള്ളൂ കേട്ടോ. എൻ്റെ ചിലപ്പോൾ ഒരു 12 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു 8 കിലോ കുറയുന്നതൊക്കെ. കാരണം ഫുഡ് അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഫുഡ് കഴിക്കുക, എന്നാലും കാലറി കൂടുതൽ കയറ്റാതിരിക്കുക. പിന്നെ സ്വീറ്റ്സൊക്കെ കംപ്ലീറ്റ്ലി അല്ല, കുറച്ച് കൊണ്ടുവരിക. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഹെവി ആയിട്ട് കഴിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ ഫോർമാലിറ്റീസ് എനിക്കുള്ളപ്പം എൻ്റെ വെയിറ്റ് പതിയെ കുറയത്തുള്ളൂ. മതിയെന്നേ, നമുക്ക് തിടുക്കയില്ല, അത്ര തന്നെ. അപ്പം ഈ വശത്തൊക്കെ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം എനിക്കിഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പനീർ ബർഗർ ഉണ്ട്, അല്ലെങ്കിൽ ഡബിൾ ചീസ് ബർഗർ. അപ്പം നല്ല ചീസ്, നല്ലൊരു ക്രിസ്പി ആയിരിക്കും. പിന്നെ വന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസും. അത്രയാണ് എൻ്റെ ഏരിയ. ഇത് വന്നിട്ട് നമ്മുടെ ചിക്കനും ഇതൊക്കെ വന്നിട്ട് ഇവരുടെ ഏരിയ ആണ്. സെറക്കുട്ടിയും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്. ചിക്കൻ 1-2 പീസ് കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഒരുവിധം, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തോ ഞാൻ വാങ്ങാൻ പോകുന്നുണ്ട് ഇതിനിടയിൽ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ കളമശ്ശേരി ആ ഭാഗത്തിലാണ് നമ്മൾ വന്നത്. പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഈ KFC വൈറ്റിലയില്ലേ നമ്മുടെ ഗോൾ സൂക്ക്, ഇപ്പം അതൊക്കെ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പം ഗോൾ സൂക്കി അടച്ചു പൂട്ടിയെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ്, എല്ലായിടത്തും ഫ്രഷ് ആയിരിക്കും, പക്ഷെ അവിടുത്തെ എന്തൊരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. ഇപ്പം അത് കാണുന്നില്ല, അവിടെ എല്ലാം അടച്ചു. ആയിക്കൂടി ലാസ്റ്റ് ഗോൾ സൂക്ക് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ KFC അവിടെ നിന്ന് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനമാണ് KFC അടച്ചു പൂട്ടിയത്. ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പം അതിലൂടെ പോയപ്പോൾ നോക്കിയപ്പോൾ KFCയും ഇല്ല. അപ്പം ഞാൻ പ്ലേറ്റ് വാങ്ങാൻ പോയതായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ട്രാവലിംഗ് അല്ല, ഇന്നത്തെ ഒരു എന്താ പറയുക, വൈകുന്നേരത്തെ ഒരു ഔട്ടിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതിൻ്റെ കുറച്ച് സ്ഥലത്തിൻ്റെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പ്രൈവസി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് ശിടപടേ എന്ന് പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്നത് നമ്മുടെ സ്റ്റുഡിയോയിലേക്കായിരുന്നു. സ്റ്റുഡിയോയിൽ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ നല്ല ഓഫറാണല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കയറി എടുത്തില്ല കേട്ടോ. എടുക്കാനും വേണ്ടി നമുക്കിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്നൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. കൊള്ളാം എന്ന് പറയാം, അത്രേ ഉള്ളൂ. നമുക്കങ്ങനെ എടുക്കാനും നമുക്ക് ചില ഡ്രസ്സുകളൊക്കെ ഇല്ലേ, നമ്മളങ്ങോട്ട് മോഹവലയത്തിലാക്കി കളയും. അമ്മാതിരി ഡ്രസ്സൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ എടുത്തില്ല, വെറുതെ നടന്ന് കണ്ടു. അപ്പം ഞാൻ സെറക്കുട്ടി എന്നോട് അവൾ പറയുവാണ്, വഴക്കിട്ടതിനിടയിൽ ഒളിച്ചും പാത്തും കളിക്കാവുന്നതിനിടയിൽ കൂടെ നല്ല രസമായിരിക്കും. അപ്പം ഞാനപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൾ വഴക്കിട്ട് നിൽക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഏരിയയിലോട്ട് പോയപ്പോഴും നമുക്കങ്ങനെ എടുക്കാൻ നമുക്കതിനെ കൊള്ളാം എന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ പോയ സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഡാഡി, അതായത് ഡാഡിയുടെ ഇതാണ് എൻ്റെ അമ്മമ്മ മേരിയമ്മ. ഞാൻ പറയാറുള്ളത് കല്ലറയാണ്, ഞങ്ങളുടെ കുടുംബ കല്ലറയാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി. നമ്മുടെ ഞാറയ്ക്കപ്പള്ളിയിലാണ്, അറിയാം, എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മളുടെ സെൻറ്റ് മേരീസ് ചർച്ച് ഞാറയ്ക്കൽ, ഇവിടെയാണ് ഞങ്ങളുടെ കല്ലറയുള്ളത്. അപ്പം അപ്പൂപ്പനും ഇതിൽ ഇട്ടിട്ടുണ്ട്. കാരണം അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൂപ്പ മരിച്ചു. അപ്പം 6 മാസം കഴിഞ്ഞ് കല്ലറ അങ്ങനെ തുറക്കാൻ പറ്റില്ല, അധികം ആയിട്ടുണ്ടായിരുന്നില്ല അമ്മൂമ്മ മരിച്ചിട്ട്. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അത് തുറന്നത്. അപ്പം ഇട്ടിട്ടുണ്ട്, പക്ഷെ പേരൊന്നും കുത്തിയിട്ടോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും ഉറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പം ഇവിടെ കയറി ഭയങ്കര ഒരു സങ്കടം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആയി പോവും.
കാരണം പെട്ടെന്ന് നമ്മൾ ഓർമ്മയിലൂടെ ഇങ്ങനെ അങ്ങോട്ട് ചില ഓർമ്മകൾക്ക് ഭയങ്കര ഒരു പവറല്ലേ, നമ്മളിങ്ങനെ അങ്ങ് ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പല സ്ഥലത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ. ഡാഡിയായിരുന്നു ആദ്യം പോയത്, എൻ്റെ ഡാഡിയായിരുന്നു ആദ്യം പോയത്. അതിന് ശേഷമാണ് അമ്മമ്മ പോയത്, പിന്നെ അപ്പപ്പൻ. അങ്ങനെയായിരുന്നു. അതൊക്കെ ഭയങ്കര എന്താ പറയണത്, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരെപ്പോഴും എന്നും അന്നും ഇന്നും നമുക്ക് മിസ്സിങ് എന്നല്ല പറയേണ്ടത്, നമുക്ക് വളരെ ഒരു തീരാ നഷ്ടം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇത്തിരി ലേറ്റായിരുന്നു നമ്മൾ എത്തിക്കഴിഞ്ഞപ്പം. ഞങ്ങൾ തന്നെയാണ് ഗേറ്റൊക്കെ തുറന്നതും പിന്നെ ഗേറ്റ് അടച്ചതും. ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗേറ്റ്, അതുകൊണ്ട് തുറക്കലും അടയ്ക്കലൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. അതവിടെ വന്നപ്പോൾ കുറച്ചൊന്ന് മന്നിപ്പായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പിള്ളേരെ കുറച്ച്, അതായത് നമ്മളുടെ ചില ഓർമ്മകൾ, അതായത് എൻ്റെയും സാമിൻ്റെയും ചില ഓർമ്മകളും മക്കളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് വേണം പറയാൻ. വേറൊന്നല്ല, കണ്ടില്ലേ മാഞ്ഞൂരാൻ സെൻറ്റർ, ഇവിടെയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നടന്നത് കേട്ടോ. അതായത് റിസപ്ഷനല്ല, ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു നടന്നത്. അപ്പം അത് മക്കളായിട്ട് വരാൻ പറ്റുക, അതായത് ആഫ്റ്റർ ഒരു 15 ഇയേഴ്സിന് ശേഷം വരാൻ പറ്റുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പം ഞങ്ങൾ പിള്ളേരെ കാണിച്ചു കൊടുത്തു. ഇവിടെ ആയിരുന്നു, വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ സെൻറ്ററിന് ഇതുപോലെ. പക്ഷെ അന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നല്ല 12:30 1 മണിക്കാണ് നമ്മളുടെ കല്യാണം കുർബാനയൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ ഹോളിലേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന പരിപാടി. ഞങ്ങൾ നടന്നാ വന്നതെന്നേ, കാറിന് വന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് വിയർത്ത്, അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ മറക്കില്ല. നമ്മളിങ്ങനെ വെയർത്ത് ഞങ്ങൾ കൊടയും ചൂടി നടന്നു വന്ന ആ ഒരു അവസരമാണ്. അതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഈ പള്ളി സെൻറ്റ് മേരീസ് ചർച്ച്, ഇവിടെയായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത് കേട്ടോ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ വന്നിട്ട് ഇത് ഞായറാഴ്ച, ശനിയാഴ്ചത്തെ പരിപാടിയാണ് കേട്ടോ നേരത്തെ കാണിച്ചത്. ഞായറാഴ്ച വന്നിട്ട് മാറാല തൂക്കൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പണിയാണല്ലോ അത്. സാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറാല അങ്ങനെ തൂക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ പുള്ളിക്കാരൻ തൂത്തിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസമൊന്നും കാര്യമായിട്ടൊന്നും വരില്ല. പിന്നെ കുഞ്ഞിതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തൂത്ത് കളയും. പക്ഷേ എനിക്ക് മാറാല തൂക്കുന്നത്, അങ്ങനെ മാറാല തൂത്ത് കിടക്കാനൊരു മടിയാണ്. പ്രത്യേകിച്ച് പുറത്തൊക്കെ ചെന്നിട്ട് ഒരു മടി വരും, അത്രേ ഉള്ളൂ. വെയിലല്ലേ, ഭയങ്കര വെയിലല്ലേ. പുള്ളിക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതിന് പുള്ളിയാണ് പാവം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആൾ ചെയ്തു തന്നോളും. ചില സമയത്ത് മടിയായ ഒരു രക്ഷയില്ല. അപ്പം ഞാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഓഡിയോ വന്നിട്ട് ഭയങ്കര അവിടുത്തെ പണിയുടെ തിരക്ക്. ഞായറാഴ്ചയും ഇവിടെ പണിയുണ്ട്. ഞായറാഴ്ച എന്നല്ല, ഇവിടെ പാതിരയ്ക്ക് വരെ പണി നടക്കാറുണ്ട്. കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടിട്ട് പെട്ടെന്ന് പണി തീർക്കണമല്ലോ, അതുകൊണ്ടിട്ട് ശബ്ദമുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടിട്ടാണ് ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പം സാമിന് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഇവനെ ട്യൂഷനാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവയ്ക്ക് സൺഡേയും സാറ്റർഡേ ആണ് ട്യൂഷൻ. സൺഡേ 2 to 6 o'clock വരെയാണ് ട്യൂഷൻ. ലോങ് അവേഴ്സാണ്. കാരണം അല്ലാതെ ഡേയ്സിലൊന്നും ഇല്ല, ഓൺലി വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവൾക്ക് അത്ര നേരം കിട്ടുന്നത് തന്നെ വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ടിട്ട് 2 മണിക്ക് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണം, ലഞ്ച് കഴിപ്പിക്കണം. കാരണം ഇല്ലെങ്കിൽ വിശക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഞാൻ കഴിപ്പിച്ചു അവളെ. അപ്പം ലഞ്ചാണ് ഇനി അപ്പം അടുത്ത പരിപാടി. അപ്പം സെറക്കുട്ടിക്ക് പിന്നെ ക്ലാസ്സൊക്കെ അടച്ചിട്ടില്ലായിരുന്നു, എക്സാം ആയിരുന്നു തോന്നുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ സെറേനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് കുത്തിയിരുന്ന് പഠിപ്പിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് അവളവിടെ തെരാപ്പാര നടക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പോകത്തില്ല, ഞാനും കൊച്ചും പോയില്ല. സാം കൊണ്ടുവന്നാക്കുള്ളൂ. സാം പോയി കഴിയുമ്പോൾ എനിക്ക് പണി കിട്ടും. അപ്പം നല്ല എന്താ പറയുക, കുത്തരി ചോറും പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ എന്തോ ഉള്ളത്, നമ്മുടെ ചീരയും ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു. ഇവക്കുട്ടിക്ക് അങ്ങനെ മീൻ കറിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ സത്യത്തിൽ. അവൾക്ക് ചീരയും മീൻ വറുത്തതും എന്തോ എടുത്തതെന്ന് തോന്നുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മീൻ കറി തലേന്നത്തെ ആയിരുന്നു. മീൻ വറക്കലും ചീരയും തോരനും പിന്നെ അമ്മമ്മയുടെ ചമ്മന്തി ഉണ്ടായിരുന്നു. അമ്മമ്മയുടെ ചമ്മന്തി ഉണ്ടെങ്കിൽ ഇവക്കുട്ടിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞു അധികം ചോറിടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുക്കും. കാരണം അവരുടെ ആ ഒരു ഏജിൽ എന്തൊക്കെ കഴിച്ചാലും ഏക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ പഠിക്കലും കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ മാക്സിമം കഴിപ്പിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അത് വഴക്ക് പറയുന്നുണ്ട് അതിനിടയിൽ, കഴിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. സൺഡേ ആയതുകൊണ്ട് കുറേ നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു ആ ശാത്തി, അതാണ് കുഴപ്പമായത്. അങ്ങനെ മീൻ വറുത്തതും എല്ലാം കൂടി കൊടുത്തു. പിന്നെ സാം വന്നിട്ടേ കഴിക്കത്തുള്ളൂ, സ്വസ്ഥമായിട്ട് കഴിക്കാമല്ലോ ഇരുന്നിട്ട്. ഒരു രക്ഷയില്ല മക്കളെ. നമ്മൾ കൊച്ചു ട്യൂഷന് പോകുന്നത് ആലുവയിലാണ്. അപ്പം നമ്മൾ പുക്കാട്ടുപടിയിലാണ് താമസമല്ലോ. പുക്കാട്ടുപടി ആലുവയും തമ്മിൽ അറിയാൻ പറ്റും. അടുത്താന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ഏകദേശം ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ അടുക്കെയുണ്ട്. പെരിയാറിൻ്റെ അടുത്താണ് മോൾ ട്യൂഷൻ സെൻറ്റർ. ട്യൂഷൻ സെൻറ്ററിൻ്റെ വ്യൂ ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് സാറിൻ്റെ വീട്ടിൽ നിന്നുള്ള വ്യൂ അട്ടിപ്പനാണ് കേട്ടോ. ഒരു ദിവസം പറ്റുമെങ്കിൽ കാണിച്ചു തരാം.
ഇതാണ് കേട്ടോ നമ്മുടെ മേരിയമ്മയുടെ ചമ്മന്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, അപ്പം ആ ഒരു അവേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ അത്രയും കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം പറഞ്ഞു വന്നൊരു അരമണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുമെന്നുണ്ടെങ്കിലും ഈ ബ്ലോക്ക് കിട്ടും. അടാറ് ബ്ലോക്കാണ്, എവിടെ നിന്നൊക്കെ വരുന്നതെന്നാവോ. അപ്പം എന്താ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയാൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടിട്ടാണ്. അപ്പം ഇപ്പോൾ കാറ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ബ്ലോക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഇത്ര അവസരങ്ങളിൽ നല്ലത് ടു വീലറാണ്. ടു വീലർ പക്ഷേ നമുക്കില്ല ഇവിടെ, അപ്പോൾ പിന്നെ രക്ഷയില്ല. അപ്പം അതുകൊണ്ട് ഇനി സാം പോയി കഴിയുമ്പം ഈ പറഞ്ഞതുപോലെ യൂബറോ എന്തെങ്കിലും വിളിച്ചിട്ടൊക്കെ ഞാൻ കൊണ്ടുവന്ന് ആക്കേണ്ടി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ ഫ്രണ്ട്സൊന്നും ഇല്ല ഇവിടെ നിന്ന്. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ വിടത്തില്ല, നമ്മൾ കൊണ്ടുവന്ന് ആക്കുന്നതാണ് നല്ലതല്ലോ, കാരണം സൺഡേയും കൂടെ അല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ വിടത്തില്ല. അപ്പം അവൾ വിട്ടു, അവൾ സാമോളൊക്കെ പോയി. അപ്പം ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ എന്താ പറയണത്, മെസ്സി ആയിട്ടുള്ള ഹോം ആയി കഴിഞ്ഞു കേട്ടോ എൻ്റെ വീട്. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ദിവസം നമുക്ക് പതിയെ ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒത്തിരി ഡ്രസ്സുകൾ എനിക്ക് മടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക, സെമി ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിലുണ്ടല്ലോ നമ്മൾ ഉടനെ തന്നെ അലക്കും അലക്കിയിട്ട് അപ്പം തന്നെ നമ്മളിങ്ങനെ മടക്കി വെക്കും. കാരണം അതിങ്ങനെ തിരിക്കണം, അതിങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ഇടണം, ഡ്രെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് അപ്സ്റ്റെയറിൽ നിന്ന് മാക്സിമം ഞാൻ പോവാതിരിക്കും. ഇപ്പം ഓട്ടോമാറ്റിക് ആയപ്പം എന്നും അറിയണ്ടല്ലോ, ഉടനെ കൊണ്ടുവന്നിട്ട് ഉണങ്ങിയത് കൊണ്ടുവന്നിടും. പിന്നെ അലക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മുടെ കൂടി വരുന്നു. അതുകൊണ്ട് എന്താ നമ്മുടെ പ്രശ്നം, തുണികൾ അതനുസരിച്ച് കൂടും. അപ്പം എൻ്റെ പോലത്തെ മടിച്ചികൾ എന്തോ ചെയ്യും, കൂട്ടിയിടും. അപ്പം മടിയം മല ചുമക്കും എന്ന് പറഞ്ഞ അവസ്ഥയായി. അതിനുശേഷം നമ്മുടെ സെറക്കുട്ടിനെ പഠിപ്പിക്കാൻ കയറിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ സെറക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഈ പ്രായത്തിൽ അവർ എന്താ പറയുക, ഡിസ്ട്രാക്റ്റഡ് ആവുമല്ലോ പെട്ടെന്ന് തന്നെ. അപ്പോൾ വഴക്ക് പറയാനും പറ്റത്തില്ല. ഞാൻ വഴക്കൊക്കെ പറയും, എൻ്റെ ക്ഷമ കെടാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വഴക്ക് പറയും. എന്നിരുന്നാലും എന്താ പറയുക, വഴക്ക് പറയുമ്പോഴാണ് അവൾക്ക് ഒട്ടും കിട്ടാത്തത്, അവൾക്കൊന്നും ഓർമ്മയിലിരിക്കത്തില്ല. അപ്പോൾ ഞാൻ മാക്സിമം കളിയിലും ചിരിയിലൂടെയൊക്കെയാണ് പഠിപ്പിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പഠിക്കുക, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടു. പിന്നെ നമുക്കിനിയിപ്പം ഉച്ചയ്ക്ക് ഇവനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോയി. കാരണം തിരിച്ച് വരുമ്പം നമുക്ക് സ്മോൾ ഈറ്റ്സ് വാങ്ങിപ്പിക്കാൻ സാം ചേട്ടനെ കൊണ്ട് കയറ്റിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ എന്താണെങ്കിലും കൂടെ പോകണമല്ലോ. എന്നോട് പറഞ്ഞു കൂടെ വന്നാൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് ചെന്ന് വെച്ച് പിടിപ്പിച്ചു കേട്ടോ. ഞങ്ങൾ സെറക്കുട്ടി ഇട്ട ഡ്രസ്സ് തന്നെയാണ്, ഞാൻ മാത്രം ഡ്രസ്സ് മാറിയിട്ടുള്ളൂ. സാമിനിങ്ങനെ ഒപ്പം യാത്ര ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ, പുള്ളിക്കാരൻ്റെ കൂടെ പോകുന്നത്. എനിക്കാണെങ്കിൽ ബ്ലോക്കൊക്കെ കിട്ടുമ്പോൾ മടിയാവും. അതുകൊണ്ട് അപ്പോൾ അത് പറഞ്ഞാൽ വരുവാണെങ്കിൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മോളുടെ ട്യൂഷൻ ക്ലാസ്. നല്ല മരങ്ങളും നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഇത്തിരി കൂടി പോയാലേ ഉള്ളൂ. ഞാൻ ഓർക്കും അവിടുത്തെ ചേച്ചി എങ്ങനെ ഈ മുറ്റമൊക്കെ അടിച്ച് തൂത്തിടണമെന്ന്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുക. എൻ്റെ തോട്ടം അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. സംഭവം രസമാണ്, പക്ഷേ ഇതൊക്കെ അടിച്ച് തൂത്ത് വൃത്തിക്കിടണ്ടേ. വേറെ മെയ്ഡുണ്ടെങ്കിൽ കുഴപ്പമില്ല, മെയ്ഡില്ലാന്ന് നമ്മൾ തന്നെ ചെയ്യണ്ടേ. എനിക്കൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുഞ്ഞു സ്മോൾ ഈറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ എന്താ പറയണത്, നമ്മളുടെ ആ ഒരു മീൻ ടൈം എന്ന് വേണം പറയാൻ ഇതിന്. ഞാനും സാമും കൂടെ ഇരുന്ന് വിശേഷമൊക്കെ പറയും, അത്യാവശ്യം നാട്ടുവിശേഷവും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സ്മോൾ ഈറ്റ്സ് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കും. എല്ലാ വൈകുന്നേരവും ഇത് പതിവാണ് കേട്ടോ. പുള്ളിയുള്ള സമയത്ത്. പുള്ളി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഇരിക്കാറില്ല. ഒറ്റയ്ക്ക് വർത്താനം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇരുന്നിട്ട് ആൾക്കാർ ഭ്രാന്താണെന്ന് പറയും. പിന്നെ എനിക്കാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ സ്ക്രീൻ ടൈമിലിരിക്കുന്നതും എനിക്ക് വലിയ താല്പര്യമൊന്നുമല്ല. പിള്ളേരായിട്ട് കുറച്ചു നേരം വന്നിരുന്നാലായി, പുള്ളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര. പിന്നെ മഴ കണ്ടിരിക്കുന്നത് ഇഷ്ടം കേട്ടോ. മഴയെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലോ, ഒരു ചായ കുടിച്ചിട്ടൊക്കെ. ഇല്ലാണ്ട് ഈ ചൂടത്തിരിക്കുന്ന അത്ര സുഖകരമല്ല. സാം ഉള്ളതുകൊണ്ട് ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ ചെടി ഇപ്പോൾ ഗാർഡൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറഞ്ഞ് ഗാർഡനിലേക്ക് നോക്കിയിരിക്കാം, അതും ഒരു സന്തോഷമല്ലേ. അപ്പം നമ്മളുടെ ഇന്നത്തെ നമ്മുടെ മുളക് കണ്ടില്ലേ, മുളക് ഇപ്പോൾ സുന്ദരക്കുട്ടനായിട്ട് വരുന്നുണ്ട്. ഈ മുളകിനെ നമ്മൾ താഴത്തോട്ട് ഇറക്കി വെച്ചു, കാരണം മുകളിൽ വെച്ചിട്ട് അത്രയും ഡയറക്റ്റ് വെയിലുള്ളൂ, അത് ഭയങ്കരമായിട്ട് വാടിപ്പോകുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ ഏകദേശം നമ്മളുടെ വ്ളോഗ് അവസാനിപ്പിക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ. നല്ല ബണ്ണും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ബൈ, സീ യു.